ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്പ്ലൈന് കണ്ട പോലെ തന്നെ ഇന്നൊരു പെരുന്നാളിൻ്റെ വ്ളോഗ് കേട്ടോ, പെരുന്നാൾ ദിവസത്തെ. പക്ഷേ പെരുന്നാളിൻ്റെ തലേന്നുമ്പാടെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. എനിക്ക് പെരുന്നാളിൻ്റെ ദിവസത്തിനേക്കാട്ടിലും ഇഷ്ടം പെരുന്നാളിൻ്റെ തലേന്നാട്ടോ. മൈലാഞ്ചി ഇടുക, ആ ഒരു പെരുന്നാളിൻ്റെ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റ് ചെയ്യൽ എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഒരു 4 മണി 5 മണിയായ സമയത്ത് ഞാൻ പിന്നെ ഇസും ചൂനുമൊക്കെ ഇങ്ങനെ പന്ത് കളിക്കുക കേട്ടോ. ചെറിയ രീതിയിൽ മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഹെസമോൾ ഉറങ്ങിയ സമയത്തോളം കലമ മൈലാഞ്ചിട്ട് കൊടുക്കുക വിചാരിച്ച്. ഹെസമോൾ ഉറങ്ങിയ സമയത്താണ് ഞാൻ മൈലാഞ്ചിട്ട് കൊടുക്കാൻ നിന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് കാലിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ മൈലാഞ്ചിട്ട് കൊടുത്തപ്പോൾ ഓൾക്ക് പിന്നെ ഓളറിഞ്ഞു. അതിന് ശേഷം ഓൾ കരയണുണ്ട് ഇടയ്ക്ക്. പിന്നെ ഞാൻ കാല് ഫാനിൻ്റെ ചോട്ടിൽ ഉണങ്ങാനായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ നല്ല പെയ്യുന്നുണ്ട് കേട്ടോ. ഇസും ജൂനിയൊക്കെ പന്തളിയൊക്കെ കഴിഞ്ഞിട്ട് ഓല് രണ്ടാളും സിറ്റൗട്ടിൽ ഇരിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഞാനിപ്പോൾ ഹെസമോൾക്ക് മൈലാഞ്ചിട്ട് കൊടുക്കുന്നത്. ഓളാണെന്നുണ്ടെങ്കിൽ ഉണർന്ന സമയത്ത് ഞാൻ പറഞ്ഞു മൈലാഞ്ചി ഇട്ടിരിയാണ്, ഈ കിടന്നോന്നൊക്കെ പറഞ്ഞു. പക്ഷേ കരയാട്ടോ, മൈലാഞ്ചി കളഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി ഉണ്ടായിട്ടും ആണ് ഓളെ കയ്യിൽ മൈലാഞ്ചിട്ട് കൊടുക്കാനെന്ന് വിചാരിച്ചിട്ടൊക്കെ. പിന്നെ ഇപ്പോൾക്ക് 3 വയസ്സ് കഴിഞ്ഞല്ലോ. അപ്പം ചെറിയ കുട്ടിയായപ്പോൾ ഒന്നും കൈമ മൈലാഞ്ചിട്ട് കൊടുത്തിരുന്നില്ല. ഇപ്പോൾ കൈ ചെറിയ രീതിയിലൊക്കെ വലുതായി മൈലാഞ്ചിട്ട് കൊടുക്കാൻ പാകത്തിലയക്കണം. പിന്നെ ഓർഗാനിക്കിൻ്റെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ പെരുന്നാളിൻ്റെ തലേന്നത്തെ വീഡിയോ ആയിട്ട് എടുത്തിരിക്കണത്. കൂടുതൽ വീഡിയോ ഒന്നും ഇല്ല. പിന്നെ രാത്രി അന്ന് കുറച്ച് ഷോപ്പിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അങ്ങനെ പെരുന്നാളിൻ്റെ ദിവസം അഥവാ ഇസുവിനെ രാവിലെ അതിന് കുളിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് രാവിലെ എണ്ണയൊക്കെ തേച്ചിട്ടാണ് ഞാൻ രണ്ടാളെയും കുളിപ്പിച്ച് കൊടുക്കൽ. എനിക്ക് ഇവർ രണ്ടാളും ഉണ്ടായതിന് ശേഷം ഞാൻ രണ്ടാളെയും എണ്ണയൊക്കെ തേച്ച് പെരുന്നാളിൻ്റെ അന്ന് പ്രത്യേകിച്ച് എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് കൊടുക്കും. അല്ലാത്ത സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ ഉള്ള എണ്ണയൊക്കെ തേക്കുക. എനിക്കിതൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പണ്ട് അഥവാ കല്യാണം കഴിയുന്നതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ അനിയന്മാരൊക്കെ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഓർത്തത്. അഥവാ ഓല കുളിപ്പിച്ച് കൊടുക്കുക, ഓല മാറ്റി കൊടുക്കുക, അതൊക്കെ നിൻ്റെ ജോലി. അപ്പം ഞാനതിപ്പോൾ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കട്ടോ. ഹെസമോള് നീച്ചിട്ടില്ല, ഓള് നല്ല ഉറക്കത്തിലാണ്. പിന്നെ ഇസും ജുനും കുളിച്ച് റെഡി ആയിട്ട് പള്ളിയിൽ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അതിൻ്റെ മുന്നേ ഞാൻ ഇസുവിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കുറച്ചൊക്കെ എടുത്ത് അതിന് കുറച്ച് ടൈം വൈകി. പിന്നെ ഹെസമോളാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. ഞാൻ രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പൊറാട്ട ഇന്നലെ കൊടുക്കുന്നുണ്ടായിരുന്നു, അത് ചൂടാക്കി കൊടുത്തു കേട്ടോ. ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അമ്മ ചെല്ലാൻ പറഞ്ഞിരിക്കണ പെരുന്നാൾ അവിടെയാണ്. അങ്ങനെ ഓല് രണ്ടാളും പള്ളിയിൽ പോയതിന് ശേഷം ഞാൻ പോയിട്ട് തിരുമ്പാണ്ടായിരുന്നു, അതൊക്കെ തിരുമ്പി. പിന്നെ ഹെസമോളെ കുളിപ്പിച്ച് കൊടുത്ത് ഓൾക്ക് ഫുഡ് കൊടുത്ത് പിന്നെ എൻ്റെ കുളിയും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വെയിലിങ്ങനെ വരുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ ഞാൻ തുണികളൊക്കെ സിറ്റ് ഔട്ടിൽ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മുറ്റത്തൊക്കെ വെക്കുക. അങ്ങനെയൊക്കെ ഓരോ ജോലികളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെരുന്നാൾക്ക് വെച്ചിട്ട് എനിക്ക് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. കാരണം ചെറിയ പെരുന്നാൾക്ക് നല്ലൊരു ഡ്രസ്സ് എടുത്തിരിക്കണം. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ അതിന് ഇപ്പോൾ അധികമൊന്നും എടുത്തിട്ടായിട്ടില്ലല്ലോ. അപ്പോൾ അതിനെ പറ്റിയ സാഹചര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ എടുക്കാനുള്ളൊരിതില്ല. കുട്ടികൾക്ക് എടുത്ത് പിന്നെ രണ്ടാൾക്കും ഇസുവിനൊരു ടീഷർട്ട് കൊടുത്തു, ഹെസക്ക് പിന്നെ ഒരു ടീഷർട്ടോ അങ്ങനെയൊക്കെ എടുത്തിക്കണമല്ല. കൂടുതലായിട്ടും അവർക്കും ഒന്നും എടുത്തിട്ടില്ല. ഇസും ജുനും പള്ളി പോയൊക്കെ വന്ന് പിന്നെ ഓല് കുറച്ച് ജുനുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ കൂടെ ഇപ്പോൾ പോയിട്ടാണ് ഓല് വന്നത്. അപ്പോൾ സമയം ഏകദേശം ഒരു 11:30 ആയിക്കണം. അപ്പോൾ ഇമ്മ അവിടെ ഫുഡ് രാവിലെ തന്നെ ഉണ്ടാക്കും കേട്ടോ. അഥവാ ഒരു 9-8 മണിയാകുമ്പോഴത്തേന് എൻ്റെ അമ്മാൻ്റെ ഫുഡൊക്കെ റെഡിയാവും. കാരണം പള്ളിയിൽ പോയ ആൾക്കാരൊക്കെ തിരിച്ച് വരുമ്പോഴത്തേന് ഫുഡ് അവിടെ റെഡിയാക്കാം കേട്ടോ. എന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്മ ഞങ്ങളോട് നേരത്തെ ചെല്ലാൻ പറഞ്ഞതാണ്. പക്ഷേ ജുനു ഓരോ വീട്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ പോയപ്പോൾ ടൈം വൈകി. അപ്പോൾ ഓല് വന്ന സമയത്ത് വേഗം റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ മഴ രാവിലെ ഉണ്ടായിരുന്നു, മഴക്കാറും കാര്യങ്ങളും. പിന്നെ അതേപോലെ അതിൻ്റെ ഇടയിലൊന്ന് മഴ ചെറിയ രീതിയിൽ പെയ്ത് ഇപ്പോൾ ചെറിയ രീതിയിൽ വെയിലൊക്കെ വന്നിക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞങ്ങൾ പോകാൻ വിചാരിച്ച്. അപ്പോൾ ഹെസമോളെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹെസക്ക് ബ്ലാക്ക് ടീഷർട്ടും പിന്നെ എനിക്കൊരു ട്രൗസറും കേട്ടോ. അപ്പോൾ ടീഷർട്ട് ഓൾക്ക് കിട്ടിയാൽ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ കഴിഞ്ഞ പെരുന്നാൾക്കും ഇതിൻ്റെ ഒരു റെഡാണ് എടുത്തിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ബ്ലാക്ക് എടുത്തതാണ്. പെരുന്നാളിന് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു സന്തോഷവും കാര്യങ്ങളൊന്നും ആദ്യത്തെ പോലെ കേട്ടോ. പണ്ട് പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ തലേന്നാണെങ്കിലും പെരുന്നാളിൻ്റെ ദിവസമാണെങ്കിലും ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്കൊക്കെ പോയിരുന്നു. അവിടെ എല്ലാവരും വരും, സംസാരിക്കും. പിന്നെ അത് എല്ലാവരും കാണുക, അതൊക്കെ നല്ലൊരു രസമുള്ളൊരു കാര്യമായിരുന്നു.
പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തിരക്കായി, ആർക്കും അങ്ങനെ പരസ്പരം കാണാൻ ഒരാളുണ്ടെങ്കിൽ ഒരാളുണ്ടാവില്ല, ആ ഒരവസ്ഥയായി ഇപ്പോൾ. കല്യാണം കഴിഞ്ഞതോടെ പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോവലായി, പിന്നെ സ്കൂള് മദ്രസ തിരക്ക് അങ്ങനെയൊക്കെ ആയിട്ട്. ആദ്യത്തെ ഒരു കാലഘട്ടമാണ് എനിക്ക് സന്തോഷം പെരുന്നാളെന്ന് തോന്നുന്നത്. ഇപ്പോൾ പിന്നെ എന്താണ് അങ്ങനെ പോണു, ദിവസങ്ങൾ മാസങ്ങൾ പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ വരിക പോവുക അങ്ങനെയൊക്കെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ എന്താണ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വീട്ടിലെത്തി പിന്നെ ഇമ്മ കുറേ നേരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഞങ്ങളവിടെ എത്തിയപ്പോൾ 12-12:30 മണിയായിരിക്കണം കേട്ടോ. അപ്പോൾ ഓലൊക്കെ ഫുഡ് വഴി കഴിഞ്ഞിരിക്കണം. കാരണം എന്താണ് രാവിലെ ഒന്നും കഴിച്ചില്ല, എപ്പോഴാണ് പള്ളി കഴിയണം ആ ഒരു സമയത്തൊക്കെ ഫുഡാവും. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി കഴിക്കാൻ. കാരണം ഞങ്ങൾ ചെല്ലാൻ നല്ല ടൈം വൈകി, അതുകൊണ്ടാണ്. എന്തായാലും എന്താണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചില്ലിട്ട് ഉമ്മാൻ്റെ അടുത്ത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പെരുന്നാളിൻ്റെ വീഡിയോ എത്ര ഉള്ളൂ. ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ അപ്പത്തിന് മഴയൊക്കെ പെയ്ത്. ഞങ്ങളെ ഈ പെരുന്നാളിൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. ഓക്കെ.